ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ തിരക്ക്. ക്യൂ നീലിമല വരെ നീണ്ടു. പമ്പയിൽ നിന്ന് മണിക്കൂറുകൾ ഇടപെട്ടാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. നിലക്കൽ ഉൾപ്പെടെയുള്ള ഇടത്താവളങ്ങളിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് സന്നിധാനത്തും ചേർന്നു. രാഹുൽ, എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണമാണ് നിലവിലുള്ളത്? എങ്ങനെയുണ്ട് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി? ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ ഭക്തജനത്തിരക്കാണ്. ക്യൂ നീലിമല വരെ നീണ്ടു. പമ്പയിൽ നിന്ന് മണിക്കൂറുകൾ ഇടപെട്ടാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള ഇടത്താവളങ്ങളിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്ന് ചേർന്നു. രാഹുൽ, വിശദാംശങ്ങൾ. ഇപ്പോഴും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നീലിമല വരെ തീർത്ഥാടകർ വലിയ ക്യൂ എത്തിയിരുന്നില്ല. അപ്പാച്ചിമേട് വരെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെ വരെ ഈ ക്യൂ ഉണ്ടായിരുന്നത്. പക്ഷേ അതും കടന്ന് ഇപ്പോൾ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ നീണ്ട നിര ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സന്നിധാനം മുതൽ ഈ തീർത്ഥാടകർ വലിയ തിരക്കുണ്ട്. അതിന് പ്രധാനമായും പറയുന്നത് എരുമേലിയിൽ ഉൾപ്പെടെയുള്ള ഇടത്താവളങ്ങളിൽ ഭക്തരെ വലിയ രീതിയിൽ തടഞ്ഞിരുന്നു. വലിയ നിയന്ത്രണങ്ങൾക്ക് ശേഷം മാത്രമായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത്. അതുകൊണ്ട് ആളുകൾ റോഡ് മാർഗം വരാതെ കാനനപാതകൾ വഴി വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ കാനനപാതകൾ വഴി വരുന്ന ആളുകൾ നേരെ സന്നിധാനത്താണ് എത്തുന്നത്. അതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട്. 10 മണി വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് 92,950 ആളുകൾ 18-ാം പടി വഴി ദർശനം നടത്തിയെന്നാണ് പറയുന്നത്. ഇന്നലെ വരെ ആകെ 97,000 പേരായിരുന്നു ദർശനം നടത്തിയത്. ഇനിയും 2 മണിക്കൂർ കൂടി ദർശനത്തിനായി സമയമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 1 ലക്ഷത്തിനടുത്ത ആളുകൾ ഇന്നും ദർശനം നടത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോഴും വലിയ തിരക്കുണ്ട്. ആളുകൾ 10 മുതൽ 12 മണിക്കൂർ വരെ ക്യൂ നിന്ന ശേഷമാണ് ഈ സന്നിധാനത്ത് എത്താൻ കഴിയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആളുകളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധവും ഉണ്ടാവുന്നുണ്ട്. അതായത് എരുമേലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തരുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. தரிசனம் வெரி பேட் ஆகுது. ஒரு பிரச்சனை 2 நாளாக பார்த்து ஒன்றும் முடியல. இப்போ தான் சாமியை பார்க்குறேன். வந்தோம், புல்மேட்டு பாதை வழியாக வந்தோம். எங்களுக்கு வந்தாலும் இங்கே என்ட்ரி விடல. கிட்டத்தட்ட ஒரு 5 மணி நேரம் ஆகுது. புல்மேட்டு வருது, அங்கே டோக்கன் போட்டு கொடுக்குறாங்க. ஆனால் அந்த டோக்கன் போட்டாலும் இங்கே அதை பற்றி எடுத்துக்க மாட்டாங்க. இப்போ 5 மணி நேரத்துக்கு ஆகுது. என்ன சாமி 24 மணி நேரம் நின்றுட்டு இருக்கணும். நைட் 2 மணிலேருந்து நின்று வர்றோம் சாமி. மணி எத்தனை பார்த்துக்கங்க. ஒன்றும் நடைமுறை சரியில்லை. ഒരു சரியான നടപടിക്ക് എടുക്കലാണ്. ரொம்ப കഷ്ടം സ്വാമി. ഭക്തர்களுടെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അവർ 10 മുതൽ 15 മണിക്കൂർ വരെ ക്യൂ നിന്ന ശേഷമാണ് തീർത്ഥാടനത്തിൽ എത്താൻ കഴിയുന്നത്. എരുമേലിയിൽ അവരുടെ വാഹനങ്ങൾ തടഞ്ഞു. അതുകൊണ്ട് കാനനപാത വഴി എത്തേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ചേട്ടാ, എത്ര നേരം നിന്നു? திட்டக்குடி கடலூர் மாவட்டம் சாமி. 5-6 மணி நேரம் கீழே வரும். കാനനപാത വഴിയാവുന്നേ? பம்பை അങ്ങനെ കാനനപാതകൾ വഴിയും പമ്പ വഴിയും ദർശനത്തിൽ എത്തുന്ന ആളുകളുണ്ട്. പക്ഷെ പമ്പ വഴിയിൽ എത്തുന്ന ആളുകൾക്കാണ് കൂടുതൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നത്. കാനനപാത വഴി എത്തുന്ന ആളുകൾക്ക് വേഗം തന്നെ സന്നിധാനത്ത് എത്താൻ കഴിയുന്നുണ്ട്. താഴെ വലിയ നടപ്പന്തൽ ഉൾപ്പെടെ വലിയ തിരക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. സന്നിധാനത്തേക്ക് വലിയ തിരക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ വിവിധയിടങ്ങളിൽ ആളുകളെ തടയുന്നത്. അതോടൊപ്പം സന്നിധാനത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി മല കയറുന്ന ഭക്തർ ഇവിടെ വിരിവെച്ച് തങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവർ എത്രയും വേഗം തന്നെ മല ഇറങ്ങണമെന്ന കാര്യങ്ങൾ അനൗൺസ്മെന്റ് വഴി പോലീസും ഒപ്പം തന്നെ ദേവസ്വം ജീവനക്കാരും അറിയിക്കുന്നുണ്ട്. പക്ഷേ അവർ മലയിറങ്ങാൻ തയ്യാറാകുന്നില്ല എന്നത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. മറ്റന്നാളാണ് ഇതുമായി ബന്ധപ്പെട്ട മണ്ഡലപൂജ ഉൾപ്പെടെ നടക്കുന്നത്. അതുകൊണ്ട് ഇന്നും നാളെയും ഒക്കെ അവധിയാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിലും നാളെയും മറ്റന്നാളും ഒക്കെ എത്തുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ വലിയ ആളുകൾ കൂട്ടമായി എത്തുമെന്ന പ്രതീക്ഷ അപ്പോഴും ദേവസ്വം ബോർഡിന് ഉൾപ്പെടെ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോഴും വലിയ തിരക്ക് സന്നിധാനത്ത് ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വിവിധയിടങ്ങളിൽ നിയന്ത്രണവും തുടരുകയാണ്. സുഹൈൽ, വീണ്ടും സന്നിധാനത്ത് തിരക്കേറുകയാണ്. പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദർശന സമയം പിന്നിടാൻ 2 മണിക്കൂർ കൂടി ബാക്കി നിൽക്കുമ്പോൾ 93,000-ഓളം ആളുകളാണ് ഇപ്പോൾ അവിടെ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തിരക്ക്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. സ്വാഭാവികമായും തീർത്ഥാടകർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ.